ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സഭാമാതാവ് വചനവിചിന്തനത്തിനായി നമുക്ക് നൽകിയിട്ടുള്ള വചനഭാഗം മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 15 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. 15-ാമത്തെ വാക്യപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ. വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണത്തെ കുറിച്ചുള്ള ചിന്ത മക്കബായുടെ പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. അന്തിയോക്കോസ് എപ്പിഫാനസ് എന്ന ഗ്രീക്ക് രാജാവ് ജെറുസലേം ദേവാലയം അശുദ്ധമാക്കിയതിനെ കുറിച്ചുള്ള ചിന്തയാണ്. ദൈവത്തിന്റെ പരിശുദ്ധമായിട്ടുള്ള ജെറുസലേം ദേവാലയം വ്യഭിചാരിണികളുടെ കേന്ദ്രമാക്കി രാജാവ് മാറ്റുകയാണ്. ദൈവത്തിന് മാത്രം ബലിയർപ്പിക്കേണ്ട പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കുകയാണ്. നിശ്ചിതമായിട്ടുള്ള പന്നിമാംസം ദേവാലയത്തെ ഉപയോഗിച്ച് അശുദ്ധമാക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധിക്ക് കളക്കം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ദേവാലയത്തിന്റെ പരിശുദ്ധിക്ക് കളക്കം വരുത്തുകയാണ്. അതാ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. 16-ാമത്തെ വാക്യം: യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. ഇങ്ങനെ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, വിശുദ്ധമായവയെ അശുദ്ധമാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഓടി അകലാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ വിശുദ്ധമായ സ്ഥലത്തെ അശുദ്ധമാക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഓടി അകലാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് അർപ്പിക്കുന്ന വിശുദ്ധമായിട്ടുള്ള ആരാധന അശുദ്ധമാക്കുന്നവരുടെ ഇടങ്ങളിൽ നിന്ന് ഓടി അകലാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ലേഖനത്തിലും തമ്പുരാൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന അതേ ചിന്തയാണ്. വിഗ്രഹ ആരാധനയിൽ നിന്ന് ഓടി അകലാൻ. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്ന വിഗ്രഹാരാധനയിൽ നിന്നെല്ലാം ഓടി അകലാനായിട്ട്. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദൈവം വിശുദ്ധമായിട്ട് സ്വീകരിക്കണമെന്ന്, വിശുദ്ധമായിട്ട് കണക്കാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അശുദ്ധമാക്കുന്നവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ ഉണ്ടാകുമെന്ന്, വിശുദ്ധമായവയെ അശുദ്ധമാക്കുന്നവർക്ക് ശിക്ഷയുണ്ടാകുമെന്ന് വ്യക്തമായിട്ട് വചനത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം വിഗ്രഹാരാധനയിലേക്ക് പോയപ്പോൾ അവര് വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷണ നടപടിയിലൂടെ കടന്നുപോയത് ലേഖനത്തിൽ സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധമായി കണക്കാക്കേണ്ട വസ്തുക്കളെ വിശുദ്ധമായി കണക്കാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്. നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ വിശുദ്ധമായി സൂക്ഷിക്കാൻ നമുക്ക് എപ്പോഴും സാധിക്കട്ടെ. നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ അശുദ്ധമാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും ശിക്ഷണ നടപടിയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധമായവ വിശുദ്ധമായി തന്നെ കൈകാര്യം ചെയ്യാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാം. അശുദ്ധമായവയിൽ നിന്ന്, നമ്മുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഓടി അകലാനുള്ള കൃപ നമുക്ക് ഓരോരുത്തരും ലഭിക്കട്ടെ. എന്നുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.